45 വർഷങ്ങൾക്ക് ശേഷം മൂവാറ്റുപുഴ ആറിൽ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം. മൂവാറ്റുപുഴ നഗരസഭ ഓണാഘോഷത്തോടനുബന്ധിച്ചാണ് വള്ളംകളി പുനരാരംഭിച്ചത്. ത്രിവേണി സംഗമം കേന്ദ്രീകരിച്ച് നഗരസഭ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമായി കൂടിയാണ് ജലോത്സവം സംഘടിപ്പിച്ചത്. 45 വർഷങ്ങൾക്ക് ശേഷമാണ് മൂവാറ്റുപുഴയാർ വീണ്ടും വള്ളംകളിക്ക് വേദിയായത്. മൂവാറ്റുപുഴ നഗരസഭ സംഘടിപ്പിച്ച ത്രിവേണി ഓണാഘോഷങ്ങളോടനുബന്ധിച്ചാണ് ജലോത്സവം നടന്നത്. വള്ളംകളിയുടെ ഉദ്ഘാടനം ഡീൻ കുര്യാക്കോസ് എം.പി. നിർവഹിച്ചു. ആലപ്പുഴയിൽ പുന്നമടക്കായിൽ നെഹ്റു ട്രോഫി വള്ളംകളി നടന്നിട്ടുണ്ടെങ്കിൽ അത് മൂവാറ്റുപുഴയിലും സാധ്യമാണ് എന്ന് ആ കാലഘട്ടത്തിൽ തെളിയിച്ച അന്നത്തെ ജലമേളയ്ക്ക് നേതൃത്വം നൽകിയ അന്നത്തെ മുനിസിപ്പൽ ഭരണസമിതിയുടെയും അന്നത്തെ സംഘാടക സമിതിയെയും ഈ നാടിനെയും ഈ നാട്ടാരെയും സാക്ഷി നിർത്തി ഒരു വേള അനുസ്മരിക്കാൻ ഞാൻ ഈ അവസരം ആഗ്രഹിക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ ജോയ്സ് മേരി ആന്റണി അധ്യക്ഷയായി. മാത്യു കുഴൽനാടൻ എം.എൽ.എ, മുനിസിപ്പൽ കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ലതാപാലത്തിന് താഴെ ഒരുക്കിയിരുന്ന ഉദ്ഘാടന വേദിക്ക് സമീപം മത്സരവള്ളങ്ങൾ അണിനിരന്നതോടെ ഹെലികോപ്റ്ററുകൾ പുഷ്പവൃഷ്ടിയും നടത്തി. മത്സരവള്ളങ്ങളെ കൂടാതെ ജലയാനങ്ങളിൽ ധാരാളം തദ്ദേശീയരായ തുഴച്ചിലുകാരും നേരത്തെ തന്നെ എത്തിയിരുന്നു. ത്രിവേണി സംഗമത്തിൽ നിന്നാണ് ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരം തുടങ്ങിയത്. 6 റൗണ്ടിലായി 2 വള്ളങ്ങൾ വീതമാണ് മത്സരിച്ചത്. മത്സരം കാണാൻ പുഴയുടെ തീരങ്ങളിൽ വൻ ജനാവലിയും ഒത്തുചേർന്നിരുന്നു. ഫൈബർ ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരത്തിൽ മഹാദേവിക്കാട് 1ാം സ്ഥാനം നേടി. തത്വമസിയാണ് 2ാം സ്ഥാനം കരസ്ഥമാക്കിയത്. ഫൈബർ വെപ്പ് വള്ളങ്ങളിൽ 1ാം സ്ഥാനം സെന്റ് ആന്റണിയും പുത്തൻകണ്ടത്തിൽ 2ാം സ്ഥാനവും നേടി. ചുണ്ടൻ ലൂസേഴ്സ് ഫൈനലിൽ വൈഗ 1ാം സ്ഥാനവും തൃക്കുന്നപ്പുഴ 2ാം സ്ഥാനവും കരസ്ഥമാക്കി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.